വെടിനിർത്തൽ ദീർഘിപ്പിച്ചതിനു പിന്നാലെ ഇറാന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. വെള്ളിയാഴ്ചയോടെ ചർച്ചകളുടെ ഭാഗമാകണമെന്നും ട്രംപ് ഇറാന് കർശന നിർദ്ദേശം നൽകി. ഹോർമുസിലെ ഉപരോധം പിൻവലിച്ചാൽ ചർച്ചകളുടെ ഭാഗമാകുമെന്ന് അമേരിക്കയിലെ ഇറാൻ അംബാസിഡർ അമീർ സയ്യിദ് ഇറവാനി അറിയിച്ചു. Naval blockade of the United States, it is violation of the ceasefire, and we told them that they should break this blockade. We have received some sign that they are ready to break it, and as soon as they broke this blockade, I think that the next round of the negotiation will take place in Istanbul. To them, we have not initiated the military aggression. They initiated the war against us, and we are ready. If they want to sit on table and discuss and find a political solution, they will find us ready. If they want to go to the war, in this case also Iran is ready for it. It was one of the conditions that we put that the ceasefire should be entire the region, even including the Lebanon also. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഈ വെടിനിർത്തൽ ദീർഘിപ്പിച്ചു എന്നുള്ളത് തീർത്തും ആശ്വാസകരമായ നടപടിയാണ് എന്നിരിക്കെയെങ്കിലും ഈ ഉപരോധം US തുടരുമ്പോൾ വഴങ്ങില്ലെന്ന നിലപാട് ഇറാൻ അറിയിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുക? എന്ത് നിലപാടായിരിക്കും ഇറാൻ എടുക്കുക? ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ടോ? എന്താണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഐസൻ? ആതിര, ചർച്ചകൾക്ക് സാധ്യത ഇനിയുമുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് അമേരിക്ക. അതായത് ചർച്ചകൾ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ 22-ന്, അതായത് ഇന്നലെ അവസാനിക്കാനിരുന്ന വെടിനിർത്തൽ നേരത്തെ തന്നെ ദീർഘിപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. അത് സുദീർഘമായി ദീർഘിപ്പിക്കുക അല്ലെങ്കിൽ നീട്ടിവെക്കുക എന്നൊരു നിലപാടായിരുന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാന്റെ ഉപരോധവുമായി ബന്ധപ്പെട്ടും ഇറാനുമായി ബന്ധപ്പെട്ട നിലപാടുകളിലും ഉണ്ടായത്. ആക്രമിക്കേണ്ടതില്ല ഇറാനെ എന്ന് കൃത്യമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ ഇറാൻ പൂർണ്ണമായും സാമ്പത്തികമായി തകർന്നൊരു രാജ്യമായതിനാൽ ഇനിയും ആക്രമിക്കേണ്ട സാധ്യതയോ അല്ലെങ്കിൽ തിരിച്ചാക്രമിക്കാനുള്ള സാധ്യതയോ അവർക്കില്ല എന്നായിരുന്നു ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ചയ്ക്കകം ചർച്ചകൾക്ക് വരണമെന്ന് ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഈ ടൈം ലൈൻ പറയുന്നത് എങ്കിൽ കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു മറുപടി ഉണ്ടായിട്ടുണ്ട്. വൈകാതെ തന്നെ, അതായത് ചർച്ചയ്ക്ക് തയ്യാറായി വരാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇറാനോട് ഏത് രീതിയിലുള്ള വെടിനിർത്തൽ ധാരണയാണ് നടപ്പാക്കേണ്ടതെന്ന് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ അറിയിക്കണമെന്ന ഒരു ആവശ്യവും ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിലപാടുകൾ അറിയിക്കാനുള്ള ഒരു നേതൃത്വം അവിടെ കൃത്യമായി ഇപ്പോൾ ഇല്ല എന്നൊരു വിമർശനമാണ് ട്രംപ് ഉന്നയിച്ചിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വൈകാതെ തന്നെ അത്തരം ഒരു നീക്കമുണ്ടാകണമെന്നൊരു നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം തീർച്ചയായും മറ്റൊരു മറുപടി കൃത്യമായും വന്നിരിക്കുന്നത് ഇറാന്റെ US അംബാസിഡർ പറഞ്ഞിരിക്കുന്ന വ്യക്തമായ നിലപാട് എന്ന് പറയുന്നത് ഹോർമുസിലെ ഉപരോധം മാറ്റണമെന്നാണ്. ഹോർമുസിലെ ഉപരോധം മാറ്റാത്ത പക്ഷം വീണ്ടും ഈ ഹോർമുസിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന നീക്കം ഇറാൻ തുടരുകയും അതുപോലെ തന്നെ ഹോർമുസ് അടയ്ക്കുന്ന നീക്കങ്ങൾ ഇറാൻ തുടരുകയും ചെയ്യും. അതുപോലെ തന്നെ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടുമാണ്. പാകിസ്ഥാനിൽ ചർച്ചകൾ തുടരാനിരിക്കേണ്ടതായിരുന്നു. ചൊവ്വാഴ്ച ചർച്ച തന്നെ ആരംഭിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കുന്ന ഒരു പശ്ചാത്തലം പോലും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒരു സംഘർഷാവസ്ഥയിൽ തുടരാനുള്ള നീക്കം ഇറാൻ തുടരുമ്പോഴും സമാധാനത്തിന്റെ സാധ്യതകൾ തുറക്കുന്നു എന്ന് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലപാട്. എങ്കിലും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഏത് രീതിയിലായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുക, ഏത് രീതിയിലായിരിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നത്. ഇത് തന്നെയായാലും നിലവിൽ സാഹചര്യത്തിൽ വെടിനിർത്തൽ ദീർഘിപ്പിച്ച സാഹചര്യത്തിൽ അമേരിക്ക ഒരു ശക്തമായ ആക്രമണത്തിന്, നേരത്തെ ഉണ്ടായതുപോലുള്ള അതിശക്തമായ ഒരു ആക്രമണത്തിന് തുനിയില്ല എന്ന പ്രാഥമിക സൂചനയാണ് പുറത്തുവരുന്നത്.